ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നല്ല ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്കാദ്യം കുറച്ച് സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കണം. പച്ചമുളക് നടുവെ ഇങ്ങനെ കീറണം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മല്ലിയില ഇതേപോലെ അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കണം. ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ എണ്ണ നല്ല കട്ടിയായിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ ചിക്കൻ കറിയിൽ ഇടുന്ന സവാള എത്രമാത്രം വഴണ്ട് കിട്ടുന്നുവോ അത്രമാത്രം ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷമേ നമ്മൾ ഇത് ഇളക്കുന്നത് നിർത്താവുള്ളൂ. സവാള നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും സവാളയെല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് വാടി വരുന്നിടം വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. നമ്മുടെ തക്കാളി സവാള ഒക്കെ അത്യാവശ്യം ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10-20 സെക്കൻഡ് ഇങ്ങനെ ഇളക്കിയതിനു ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഗരം മസാല ഇതിലേക്ക് ഇടുക. ഒന്നും കൂടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം അടപ്പ് തുറന്ന് ഒന്നും കൂടി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് ഒന്നുകൂടി അടപ്പ് തുറന്ന് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ ചിക്കൻ കറി അറ്റ്ലീസ്റ്റ് ഒരു 10-20 മിനിറ്റെങ്കിലും ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. നന്ദി, നമസ്കാരം.